ഹായ്, എല്ലാവർക്കും നമസ്കാരമുണ്ട് കേട്ടോ. കുറച്ച് ദിവസമായി വീഡിയോകളൊക്കെ ഇട്ടിട്ട് ചെറിയ രീതിയിലൊക്കെ വീഡിയോ ഇട്ട് പോകുന്നു എന്നുള്ളതല്ലാതെ വലിയ കണ്ടൻറ്റ് കാര്യങ്ങളൊന്നും ഇടാൻ പറ്റുന്നില്ല. എന്തായാലും ഞാൻ ഈ ഒരു കഴിഞ്ഞ മാസം 27-ാം തീയതി നാട്ടിൽ പോകാനിരുന്നായിരുന്നു. പറ്റിയില്ല. അങ്ങനെയൊക്കെ ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ അറിയാമായിരുന്നല്ലോ. ഇപ്പോൾ എന്തായാലും പ്രശ്നങ്ങളൊന്നും മറ്റു കാര്യങ്ങളൊന്നുമില്ല, എല്ലാം സോൾവായി. അതുപോലെ തന്നെ മഴ, ഞാനിപ്പോൾ ഈ സംസാരിക്കുമ്പോൾ തന്നെ നല്ല രീതിയിൽ മഴ പെയ്യുന്നുണ്ട്. മഴ പെയ്ത് കണ്ണാടിയിലെല്ലാം വെള്ളം വീഴുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് വരാം. ഫുഡുമായി ബന്ധപ്പെട്ട് ഒരു റെസ്റ്റോറൻറ്റിൻ്റെ വീഡിയോ ആണ് ഇടുന്നത്. എന്നോട് പല ആൾക്കാർ ചോദിച്ചിരുന്നു, ചേട്ടൻ ഇവിടെ എന്താ പറയുക ഹോട്ടൽ നടത്തുകയാണെന്ന് എന്നോട് പല ആൾക്കാരും ചോദിച്ചിരുന്നു. പക്ഷേ ഞാൻ ഹോട്ടലൊന്നും നടത്തുകയല്ല. സാധാരണ നമ്മൾ നല്ല നല്ല യാത്രകളിലൊക്കെ ഹോട്ടലിലൊക്കെ പോയി ഫുഡ് കഴിക്കുന്ന സമയത്ത് നല്ല നല്ല ഫുഡ് എന്ന് തോന്നുമ്പോൾ നമ്മൾ സാധാരണ റിവ്യൂ ചെയ്യാറുണ്ട്. അങ്ങനെ മാത്രമേ ഉള്ളൂ, അല്ലാതെ പ്രൊമോഷൻ വീഡിയോ ഒന്നുമല്ല. അങ്ങനെയാണെങ്കിൽ ധരിക്കരുത്. അതായത് ഞാൻ ലൊക്കേഷൻ ഒന്നുകൂടെ പറയാം. DAP 1 ഈ കാണുന്നതാണ് റാണി ജ്യൂസ്. ആ റാണി ജ്യൂസിൻ്റെ ഫ്രണ്ട് സൈഡ്, ആ ഫ്രണ്ട് റോഡിൽ നിന്ന് നമ്മൾ നേരെ DAP 1 ബസ് സ്റ്റോപ്പിലോട്ട് പോകുമ്പോൾ ലെഫ്റ്റ് സൈഡിലുള്ള ഒരു കടയാണ്. ആ റെസ്റ്റോറൻറ്റിൻ്റെ പേരെന്ന് പറയുന്നത് ഫുഡ് എക്സ് റെസ്റ്റോറൻ്റ് എന്നാണ്. എന്തായാലും സൂപ്പർ ഫുഡാണ് കേട്ടോ. ഞങ്ങൾ എല്ലാ സാധനങ്ങളും ഒന്നും വാങ്ങിച്ച് അവിടെ കഴിച്ചൊന്നുമില്ല. 1-2 ഐറ്റം മാത്രമേ കഴിച്ചിട്ടുള്ളൂ. എന്തായാലും നിങ്ങളെ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. നല്ല സൂപ്പർ ഫുഡാണ് കേട്ടോ. ഇവിടെയാണെങ്കിൽ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ചൂട് തുടങ്ങേണ്ട സമയമായി. പക്ഷേ ഇപ്പോൾ ചൂടല്ല ശരിക്കും. ഇപ്പോൾ ശരിക്കും നല്ല രീതിയിൽ മഴയും അല്ലാത്തൊരു കാലാവസ്ഥ, നല്ല കാലാവസ്ഥ, നമുക്ക് നടക്കാനൊക്കെ പറ്റുന്ന നല്ലൊരു കാലാവസ്ഥയാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു നാട്ടിൽ സഹിക്കാനൊക്കാത്ത പോലെ ചൂടും കാര്യങ്ങളും ഒക്കെ. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. To the city streets, we began to feel the fire. We rise like tall buildings as the chemicals they take us higher. The night's young and it's just begun. അപ്പോൾ നമുക്ക് കറിയുടെ ടേസ്റ്റ് കൂടി നോക്കാം. കറിയെക്കുറിച്ച് പറയുന്നതിന് മുമ്പായിട്ട് ഒരു കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞത്, ഈ ഒരു ഫുള്ള് കറിക്ക് എനിക്ക് തോന്നുന്നു 20 ദിർഹംസോ 22 ദിർഹംസോ കണ്ടാണെന്നാണ് തോന്നുന്നവർ പറഞ്ഞത്. അത് കറക്റ്റായിട്ട് അറിയില്ല. അതെന്തായാലും ബില്ല് വരുമ്പോൾ നമുക്കറിയാം. ഈ ഒരു കറിയുടെ പ്രത്യേകതയെന്ന് പറയുന്നത്, ശരിക്കും പറഞ്ഞാൽ സാധാരണ ഒരു കറി നമ്മൾ വാങ്ങിച്ച് കഴിഞ്ഞാൽ സാധാരണ ഒരാൾക്ക് അല്ലെങ്കിൽ 2 പേർക്ക് കഴിക്കാനുള്ള കറികളാവും സാധാരണ ആ ഒരു പാത്രത്തിലുള്ളത്. പക്ഷേ ഈ ഒരു കറിക്കകത്ത് 4 പേർക്ക് ഫുള്ളായിട്ടിരുന്ന് കഴിക്കാനുള്ള കറിയുണ്ട്. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇപ്പോൾ എല്ലാവരും കുറേശ്ശെ എടുത്തു കഴിഞ്ഞു. ഞാനും കുറച്ച് എടുത്തിട്ടുണ്ട്. ഇനി കറിയുടെ രുചി എങ്ങനെയുണ്ടെന്നുകൂടെ നമുക്ക് നോക്കാം. ഓരോ പ്രത്യേകം നമ്മുടെ കേരളത്തിലുള്ള ഓരോ ജില്ലകളിലും ഓരോ കറികൾക്ക് ഓരോ എന്താ പറയുക ടേസ്റ്റ് വ്യത്യാസമുണ്ട്. പ്രത്യേകിച്ച് ഞങ്ങളൊക്കെ പത്തനംതിട്ടക്കാരാണ്. അപ്പം എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ തിരുവനന്തപുരം, പത്തനംതിട്ട, കൊല്ലം, കോട്ടയം, ആലപ്പുഴ അല്ലേ, അങ്ങനെ പറയാം. കാരണം ആ ഒരു പ്രദേശക്കാർക്കൊക്കെ ഇഷ്ടപ്പെടുത്തക്ക രീതിയിലുള്ള കറിയാണ്. ബാക്കിയുള്ള ജില്ലയ്ക്കുള്ള കറികൾ മോശമാണെന്നല്ല ഞാൻ പറഞ്ഞത്. അപ്പോൾ ഞങ്ങളുടെയൊക്കെ നാട്ടിലെ ഒരു കറിയുടെ അതേ ടേസ്റ്റ്, നല്ലപോലെ തേങ്ങാക്കൊത്തും കാര്യങ്ങളുമൊക്കെ ഉണ്ട്, നല്ല രുചിയുണ്ട്. എന്തായാലും ഈ കടയുടെ ലൊക്കേഷൻ കൂടെ ഞാൻ നിങ്ങൾക്ക് നമ്മുടെ ഒരു വീഡിയോയുടെ താഴെ ഇട്ടേക്കാം. എങ്ങനെയുണ്ട് സത്യസന്ധമായ രീതിയിൽ നമ്മുടെ ഈ കറിയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാലൂടെ ഇതെന്തൊന്നും ബീഫ് എനിക്ക് ഇഷ്ടപ്പെട്ട്. ബീഫൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട്, നല്ല എരിവുണ്ട് കേട്ടോ, എരിവ് നന്നായിട്ടുണ്ട്. അന്ന് പറഞ്ഞ കണക്ക് തന്നെ നമ്മളെ ഏരിയയിലുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് അവരുണ്ടാക്കിയത്. നല്ല ഫുഡാണ്. പൊറോട്ടയൊക്കെ നല്ലതായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. കഴിച്ചാൽ നല്ല എന്താ പറയുന്ന പ്രത്യേക ടേസ്റ്റ് ഉണ്ടായിരുന്നു. ബീഫും അതേപോലെ ബീഫിൻ്റെ ഫേവറേറ്റ് ഫുഡാണ്. എങ്കിലും ഇത് കൊള്ളാം. നല്ലപോലെ കുരുമുളകൊക്കെ ചേർത്ത് നല്ല ചൂടോട് കൂടിയാണ്. സ്വന്തമായ കറിയാണ് എന്നാണ് അവർ പറഞ്ഞത്. 4 പേര് കഴിച്ചാലും ബാക്കി വരും, അത്രയും ക്വാണ്ടിറ്റി ഉണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറി, അടിപൊളി തന്നെ. കറിയിനകത്തിരിക്കുന്നു കേട്ടോ. കറി എടുത്ത് കഴിക്കും. ഞാൻ എത്ര എടുക്കുന്നത്? എനിക്ക് ഞാൻ കുറച്ച് കഴിക്കത്തുള്ളൂ. എടുത്ത് കഴിയും രഞ്ജു. പിന്നെ ഇവിടുത്തെ സർവീസൊക്കെ അടിപൊളിയാണ് കേട്ടോ. സംഭവം ആൾക്കാർ കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് താണ്ടി ഈ ഒരു ചേച്ചിയായിരുന്നു സാധനമൊക്കെ കൊണ്ടു തന്നത്. അന്തസ്. കറി കഴിച്ചാൽ ആസ്വദിച്ചത് ഇങ്ങനെ കറി കഴിക്കണം കേട്ടോ. ഇവിടെ ചട്ടി തിരിച്ചു കൊടുക്കണം കേട്ടോ. ഫുഡ് ഗംഭീരമായിരുന്നു. എനിക്ക് തോന്നുന്നു ഞങ്ങൾ 2 ദിവസത്തിന് മുമ്പൊന്ന് വന്നായിരുന്നു. വന്ന സമയത്ത് യാദൃച്ഛികമല്ല സത്യം പറഞ്ഞാൽ ഇവിടെ വന്നത്. ആ സമയത്ത് പ്രത്യേകിച്ച് നിങ്ങളുടെ ഷവർമ്മ
എന്താ പറയുക ഒരു വെറൈറ്റി ഷവർമയായിരുന്നു. ഞാൻ പറഞ്ഞ് കുറച്ച് കടക്കാട്ട് ചെയ്ത് തരാൻ പറഞ്ഞായിരുന്നു. അവർ എന്താ പറയുക നല്ല രീതിയിൽ തന്നെ ഞങ്ങൾ ഉദ്ദേശിച്ചതിൽ നിന്ന് കൂടുതൽ ഞങ്ങൾ ഇന്നും അതിനെക്കുറിച്ച് അഭിപ്രായം പറഞ്ഞു. വളരെ ചട്ടിക്കറി വളരെ ഞാൻ വീഡിയോയിൽ ഓൾറെഡി വ്യക്തമായ രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഫുഡൊക്കെ വളരെ ഗംഭീരമായിരുന്നു. അതുപോലെ തന്നെ വേറൊരു കാര്യമുണ്ട്, ഞങ്ങൾക്ക് വരുന്ന 15-ാം തീയതി ഒരു വിഷു സദ്യ ഞങ്ങൾ അറേഞ്ച് ചെയ്യുന്നുണ്ട്. ഇനി വിഷു വരുന്നുണ്ടല്ലോ. വിഷു വരുന്നുണ്ട്. അപ്പോൾ ഒരു ഗംഭീര സദ്യയാണ്. ഉണ്ണി നമ്പൂതിരി എന്നൊരു നമ്പൂതിരിയാണ് നമുക്ക് ഉണ്ടാക്കുന്നത്. ഫുഡെക്സിന്റെ സ്പെഷ്യൽ ഒരു സദ്യയാണത്. 22 കൂട്ടം ഐറ്റംസ് ഉണ്ടാവും. 30 ദിർഹമാണ് അതിന്റെ റേറ്റ്. വരാൻ പറ്റുമെങ്കിൽ ഒന്ന് വരിക. ഓക്കെ, തീർച്ചയായിട്ടും നോക്കട്ടെ. ഞങ്ങളുടെ കമ്പനിയിൽ ഫുഡുണ്ട്. എങ്കിലും ഞാൻ ഒരുപക്ഷെ ഞങ്ങൾക്ക് വരാൻ പറ്റിയില്ലെന്നുണ്ടെങ്കിലും എൻ്റെ കൂട്ടുകാരോടും സുഹൃത്തുക്കളോടും ഒക്കെ ഞാനത് പറയുന്നുണ്ടാവും. അതിനോടൊപ്പം തന്നെ നമ്മുടെ ഈ ഒരു വീഡിയോയും എല്ലാവരിലേക്കും ഞാനൊന്ന് ഷെയർ ചെയ്യുന്നുണ്ടാവും. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു വീഡിയോ എല്ലാവരിലേക്കും നിങ്ങൾ തന്നെ എല്ലാവർക്കും ഷെയർ ചെയ്യുകയും വേണം. ഓക്കെ, താങ്ക് യു സോ മച്ച്. From the top, we're gonna be two hearts running wild.